അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആ പുണ്യപ്രവാചകന്റെ കാരുണ്യത്തെ പൂർണ്ണമായും വർണ്ണിക്കാൻ എനിക്കെന്റെ കൊച്ചു പ്രസംഗത്തിലൂടെ സാധിക്കുകയില്ല. എന്നാലും ആ പ്രവാചകന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ അല്പമെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, തിന്മയെയും അധർമ്മത്തെയും നെഞ്ചിലേറ്റിയ അസഹിഷ്ണുതയുടെ വിഷവിത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ പാഠങ്ങളുമായി ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കണേ എന്ന കാരുണ്യത്തിന്റെ വചനവുമായിട്ടാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി നമ്മോട് പറഞ്ഞു. അയൽപ്പക്ക ബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും പ്രാധാന്യത്തെ ഇത്രമേൽ ശക്തിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, തൗഹീദിന്റെ അമരശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോവേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും ആ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ആ പ്രവാചകന്. വീണ്ടും അന്നവും പാനീയവും നൽകാതെ തന്നെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ ചാർത്തി. എന്നിട്ട് പോലും മാപ്പപേക്ഷിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റ മിത്രങ്ങളായി മാറിയിരുന്നു. ആ പ്രവാചകന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം നേടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.